guys. Good morning. ഉറങ്ങി എണീച്ചതാണ് ഗായ്സ്. നല്ല സൺറൈസ് ഉണ്ട്. അപ്പം അതിങ്ങനെ കണ്ടിട്ട് എണീക്കാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം സൺറൈസ് കാണുന്നത്. ഞാൻ ഇപ്പം എണീക്കലില്ല രാവിലെ സൺറൈസ് കാണാൻ. ഇന്ന് നേരത്തെ എണീച്ചോണ്ട് സൺറൈസ് കണ്ടു. ഇന്ന് ഡേ 2 ആണ് ചന്ദനന്റെ വീട്ടില്. ഇന്ന് എന്താ പ്ലാന് പറ. ഇതാണ് കൊറേ പ്ലാൻ. അങ്ങോട്ടൊക്കെ പോവാനുണ്ട്, പിന്നെ മാമൻ്റെ അവിടെ പോവാനുണ്ട്, പിന്നെ പൂരുണ്ട്, ഇപ്പൊ ഇന്ന് കൊറേ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളൊരു ദിവസമാണ് ഗൈസ്. അതെ, അപ്പൊ ഞങ്ങള് പോയിട്ട് റെഡി ആക്കാവട്ടെ. ചന്ദന പിന്നെ വീട്ടിൽ പണിയൊന്നും എടുക്കാത്തോണ്ട് ജസ്റ്റ് കുളിക്കുക, റെഡി ആവുക, പോവുക, അങ്ങനെയാണ്. അപ്പൊ ഞങ്ങള് പിന്നെ പോയിട്ടൊന്ന് റെഡി ആക്കായിട്ട് വരാം. ബൈ ബൈ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി, ദോശ, ചമ്മന്തിയൊക്കെ. അപ്പം ഞാനുള്ളതുകൊണ്ട് അമ്മേനോട് ഇന്ന് രാവിലെ ഇഡ്ഡലി മതി, ഓൾക്ക് അതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് പറയിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട് എന്ന് ഞാൻ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് ലോങ് വീഡിയോയിൽ പറയാമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോളേജിൽ ലീവ് ഉണ്ടാവുന്ന ടൈമിൽ PGന്ന് എല്ലാവരും നാട്ടിലോട്ട് പോകും. തിരിച്ചു വരുന്ന ഡേയ്സ് ഞങ്ങളൊക്കെ നേരത്തെ എത്തുമ്പോൾ ഒരു ദിവസം വൈകി എത്തുക. അന്ന് രാവിലെ ഞങ്ങളോട് എല്ലാവരോടും, അല്ലെങ്കിൽ അന്ന് തലേന്ന് രാത്രി ഞങ്ങളോട് വിളിച്ച് പറയും, നാളെ രാവിലേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ട, ഞാൻ നാളെ 9 ആകുമ്പോൾ അങ്ങോട്ടേക്ക് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ ഓള് വരുമ്പോൾ അമ്മ ഓളെ കയ്യിൽ ഇഡ്ഡലിയും ദോശ അതുപോലെ തന്നെ ഈ ഒരു ഫേമസ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആയിരിക്കും അത് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി, ദോശ, ചമ്മന്തി. പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് അമ്മ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തിടുമ്പോൾ ഞങ്ങൾക്ക് അതിലേറെ വലിയ സന്തോഷം വേറെ ഒന്നുമില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു. PGന്ന് മാറിയതിന് ശേഷം, കോളേജ് വിട്ടതിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ചാൻ്റെ അമ്മേൻ്റെ ഇഡ്ഡലിയും ദോശയും ചമ്മന്തിയും ഒക്കെയാണ്. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചാനോട് പറയുന്നൊരു കാര്യമാണ്, അമ്മേൻ്റെ ഇഡ്ഡലി മിസ് ചെയ്യുന്നുണ്ട്, അമ്മേൻ്റെ ചമ്മന്തി മിസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വരുന്ന ഡേയ്സ് ഇത് മാത്രം മതി അവൾക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട്. അപ്പം ഞാൻ വയറ് നിറച്ച് കഴിച്ച്. കാരണം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അതുപോലെ ഞാൻ അവിടെ നിന്ന് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്തൊരു സംഭവമാണ് കേട്ടോ ഇതൊക്കെ. കാരണം അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അമ്മേൻ്റെ ചമ്മന്തിയും ഈ ഇഡ്ഡലിയും ഒക്കെ. അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ നിന്ന് പോകുന്നപ്പോൾ മിസ് ചെയ്തത്. അപ്പം ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു കേട്ടോ അവളോട്. ഹായ് ഗായ്സ്, നമ്മൾ റെഡി ആയ. ആക്ച്വലി മേക്കപ്പ് ഒക്കെ ഇട്ട് കുളിയൊക്കെ കഴിഞ്ഞൊക്കെ റെഡി ആയിട്ടുണ്ട്. ചന്ദനൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടുന്ന് ചന്ദനേൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബിക്കോസ് അവിടെയാണ് പരിപാടി ഉള്ളത്. അവിടെ നിന്ന് പൂരമാണ്. അപ്പം നമ്മൾ അതിന് പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. നമ്മൾ പൂരത്തിന് പോവുകയാണ്. അപ്പം വൈകുന്നേരമാണ് പൂരം. അപ്പം ഇപ്പം നമ്മൾ ഫസ്റ്റ് ചന്ദനേൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോണത്. എന്നിട്ട് ഇന്ന് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നു തോന്നുന്നു. അങ്ങനെയൊക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ പോകുമ്പോൾ കാണിക്കട്ടോ. പിന്നെ അവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദനയുടെ അനിയത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ, നന്ദു. അപ്പോൾ അവരെ റെഡി ആവലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലുണ്ട്. ഇവിടെ ഫ്രണ്ടിലൊരു ഓല ഉണ്ട്. അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ലൈൻസ് കയറിയിട്ട്. ആക്ച്വലി എൻ്റെ ക്യാമറ എവിടെയാ, പക്ഷെ ഇവിടെ നോക്കിയാലേ എനിക്ക് ഇന്നെ കാണുള്ളൂ. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കുന്നത്. അപ്പൊ ചന്ദന റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കയ്യിലൊന്നും ഇല്ല. എങ്ങനെയുണ്ട്? കൊള്ളാം. പൊട്ടിടേ, പൊട്ട് വെക്കണം, കണ്ണിലിടണം, പിന്നെ കണ്ണിടണം. ഹായ് ഗായ്സ്, അപ്പം അങ്ങനെ ചന്ദന റെഡിയായി. നമ്മൾ എവിടേക്കാ പോണേ? നമ്മൾ ഒരു സ്ഥലം വരെ പോകും. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വന്നിട്ട് ഡിസൈഡ് ചെയ്യും. വിശേഷമൊക്കെ വീഡിയോസിലിടാം. ഞാൻ രണ്ടുപേരും നല്ല ഭംഗിയില്ലേ ലിപ് ഗ്ലോസ് ഒക്കെ ഇട്ടിട്ട്. നമ്മൾ അങ്ങനെ മേക്കപ്പ് ഒന്നും ചെയ്യാത്ത ആൾക്കാരാണ്. സിമ്പിളായിട്ട് അത് കാണുമ്പോൾ അറിയുന്നുണ്ട്. പ്ലസ് ഒക്കെ. അപ്പോൾ ചാൻ്റെ അമ്മേൻ്റെ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് നമ്മൾ പൊന്നാനി ബീച്ചിൽ വന്നിട്ടോ. ഇതാണ് പൊന്നാനി ബീച്ച്. ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോവാൻ വിചാരിച്ചു. ഇപ്പൊ ഞങ്ങള് ആക്ച്വലി അവിടെ പൊന്നാനി ബീച്ചിൽ വന്നിരിക്കുകയാണ്. ചന്ദനന്റെ വീടിന്റെ അവിടെ നിന്ന് അടുത്താണ് പൊന്നാനി ബീച്ച്. അപ്പൊ അത് കാണാൻ വേണ്ടി വന്നതാണ്. ഭയങ്കര വെയിലുണ്ട്. എന്റെ ബാക്കിൽ കാണുന്നതാണ് പൊന്നാനി ബീച്ച്.
അപ്പൊ ഞങ്ങള് ഇപ്പൊ വന്നിട്ടുള്ളത് എവിടെയാ? ഇപ്പൊ കർമ്മ റോട്ടിലാണ് നിൽക്കുന്നത്, പൊന്നാനി പൊന്നാനി കർമ്മ റോട്ടില്. അപ്പൊ അവിടെ ഈ കർമ്മ റോഡില് ബാക്കിൽ നല്ല വ്യൂ ഉണ്ട്. പിന്നെ അത് കൂടാനിട്ട് അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അതിന്റെ പേരാണ് ചമ്രവട്ടം ബ്രിഡ്ജ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല നീളമുള്ളൊരു പാലം. പിന്നെ അത് വരുന്നതിന് മുമ്പുള്ള എന്റെ ഒരു ഇത് പറയാം. അത് ഇപ്പൊ കൊറേ ആയി വന്നിട്ട്, പക്ഷെ അതിനൊക്കെ മുന്നേ അവിടെ ഒരു അമ്പലം ഉണ്ട്, ഫേമസ് ആയിട്ട് അയ്യപ്പനാഥ അമ്പലം ഉണ്ട് ചമ്രവട്ടം. അപ്പൊ അവിടേക്ക് ഞങ്ങൾ പോയിരുന്നത് പാലം മുന്നാട്ടി മുന്നേ തോണിയിൽ പോയിട്ട്, പിന്നെ അവിടുന്ന് ആ കരയുടെ അവിടുന്ന് നടന്നിട്ട്, അതായത് നല്ല രസമാണ്. അതും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു മെമ്മറബിൾ മൊമെന്റ്. പക്ഷെ പാലം വന്നതിന്റെ ശേഷം നല്ല മിസ് ചെയ്യും. ഒരു സർബത്ത് പൊന്നാനി കർമ്മ റോഡും അതുപോലെ തന്നെ ഇവിടുത്തെ ചമ്രവട്ടം, അവിടുത്തെ ഒരു ഫേമസ് ബ്രിഡ്ജാണ് ചമ്രവട്ടം ബ്രിഡ്ജ്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, ബാക്കില് കാണിച്ചു തരാം. ഞങ്ങള് ഇവിടുന്ന് ഒരു സർബത്ത് കുടിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. നമ്മള് സർബത്ത് കുടിക്കാൻ പോവാണ് ഗൈസ്. അപ്പൊ സർബത്തും കടേന്റെ സൈഡിലായിട്ട് ഇങ്ങനെ പുഴ കണ്ടിരുന്നിട്ട് നമുക്ക് സർബത്തൊക്കെ കുടിക്കാനുള്ള വ്യൂ ഉണ്ട് ഇവിടെ. അവിടെ തന്നെ സർബത്ത് കട അപ്പുറത്ത്. അപ്പൊ അവിടെ ആള് സർബത്ത് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ വ്യൂ ഒക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ടിട്ട് നമുക്ക് സർബത്ത് കുടിക്കാം. സർബത്ത് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കുടിക്കാൻ പോവാണ്. ഇവിടെ കണ്ടോ വ്യൂ? ഈ വ്യൂ കണ്ടിട്ട് നമുക്ക് സർബത്ത് കുടിക്കാം. ചന്ദനക്ക് സർബത്ത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കൊള്ളാം. ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് സർബത്ത് കുടിക്കണേ. സർബത്ത് ലവർ അല്ല, ബട്ട് എനിക്ക് സർബത്ത് ഇഷ്ടമാണ്. കുറെ കാലത്തിന് ശേഷമാണ് സർബത്ത് കുടിക്കുന്നത്. നമ്മള് ചന്ദനേന്റെ തറവാട്ടിക്ക് വന്നതാട്ടോ. അവിടെ അവളെ മാമന്റെ വീട്ടിക്ക് വന്നതാണ്. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ പറയുക, ഇവിടുത്തെ വീട്. ഈ വീടല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു വീടുണ്ട്. നല്ല രസമുണ്ട് ഗൈസ്. നമ്മളെ പഴയ മൂവീസിലൊക്കെ കാണുന്ന പോലെ നല്ല പിക്ചറൊക്കെ എടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു ഓൾഡ് വീട്. നല്ല ഭംഗിയുണ്ട്. ആ വീട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ലൊരു നൊസ്റ്റാൾജിക് വൈബ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം വീട്. ഇത് ചാൻ്റെ അമ്മേൻ്റെ തറവാടാണ് കേട്ടോ. അമ്മ വീട്ടിലോട്ടാണ് ഞങ്ങൾ വന്നത്. പണ്ടത്തെ നല്ലൊരു അടിപൊളി വീട്. അപ്പം ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ടോ ഇവിടെ നിന്ന്. ഹായ്, ഇങ്ങോട്ട് വാ. നമ്മള് ചന്ദനേന്റെ മാമന്റെ വീട്ടിലാണ്. നമ്മള് ഉച്ചക്ക് ചോറ് തിന്നാണ് അല്ലേ? സദ്യ. ഇത് തിന്നണേ യൂട്യൂബിലാണ്. എന്തേലും പറയേ. എന്ത്? ഹായ് ഗൈസ് പറയേ. അതിന്റെ പേര് പറഞ്ഞു കൊടുക്കേ. എത്രല്ല പഠിക്കണേ? 2 2 ഇങ്ങനെ അടിക്കേ. ഇപ്പൊ എന്താ ചെയ്യാൻ പോണത്? ചോറിനാനോ? ഒരു കുട്ടി. എന്റെ പേര് പറഞ്ഞു കൊടുക്കേ. വൈദേഹി. എത്രല്ല പഠിക്കണേ? സെക്കൻഡ് ബി. അപ്പം നേരത്തെ കാണിച്ചൊക്കെ ചാൻ്റെ മാമൻ്റെ മക്കളാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നല്ലൊരു അടിപൊളി സദ്യ മാമൻ്റെ വീട്ടിൽ നിന്നൊക്കെ കഴിച്ചു കേട്ടോ. ഇവിടെ കുറച്ച് കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. ചന്ദനേന്റെ മാമന്റെ മക്കളാണ്. അപ്പൊ ഒരു പാട്ടൊക്കെ പാടിത്തരാറിട്ട് സെറ്റ് ആയിരിക്കണം അപ്പൂസ്. പിന്നെ അത് അവരൊക്കെ ഉണ്ട് കേട്ടോ, കുറെ കുട്ടികളുണ്ട്. അപ്പൊ ഇവരെ പാട്ടൊക്കെ നമുക്ക് ഇനി കേൾക്കാം. അവര് കുറച്ച് പാട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഭയങ്കര ഡള്ളായി. പക്ഷെ നമുക്ക് ഇവിടെ ഇവരുടെ പാട്ട് കേൾക്കാം. പാടപ്പൂസ് പാടേ.
സംഭവം നമ്മൾ അപ്പൂസ് പിണങ്ങി പോയിരിക്കട്ടോ. ഓനക്ക് ഒറ്റയ്ക്ക് പാട്ട് പാടണമെന്ന് പറഞ്ഞപ്പോൾ ഇവരൊക്കെ കൂടെ കിടന്ന് പാട്ട് പാടിയപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ല. ലാസ്റ്റ് അവൻ്റെ ഒറ്റയ്ക്കുള്ള പാട്ട് നമുക്ക് കേൾക്കാം. തനിനാട് നോക്കിയെന്താ ഗൈസ്, ഇത് നമ്മളെ ചന്ദനേന്റെ മാമന്റെ മോനാണ്. പേരെന്താ? ശ്രീഹരികൃഷ്ണൻ. ഓനൊരു വൈറൽ റീലും ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണേ. അപ്പൊ ഞങ്ങൾ രണ്ടാളും കൂടി ആ റീല് ചെയ്യാൻ പോവാണ് അല്ലേ? ഏതാണ് അത്? അത് പറയേ, ഏതാണ്? ലക്ക് ലക്ക് അറിയേ? ഇങ്ങനെ കാണിക്ക്. അപ്പോൾ ഇനിയുള്ളത് മൊത്തം പൂരത്തിൻ്റെ വിശേഷങ്ങളും പൂരത്തിൻ്റെ അടുത്ത കാര്യങ്ങളായിരിക്കും കേട്ടോ. എൻ്റെ ഓൺ വോയിസ് കുറവായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്യാം. അങ്ങനെ ഒരു അടിപൊളി പൂരവും ഫയർ വർക്ക്സ് ഒക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടോ. അപ്പോൾ താങ്ക്സ് ടു മൈ ബെസ്റ്റ് ഫ്രണ്ട് ചന്ദന, ബിക്കോസ് ഷീ ഗേവ് മീ ദ ബെസ്റ്റ് 2 days ഇൻ മൈ ലൈഫ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.